അങ്കിൾ, ഞാൻ അങ്കിളുടെ വീട്ടിലോട്ട് വരുന്ന അങ്കിൾക്ക് ഇഷ്ടമല്ല അല്ലേ? അതുകൊണ്ടല്ലേ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? നീ വെറുതെ വിഷയം മാറ്റല്ലേ. നീ എന്തിനാ എന്നെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നേ? ഒന്ന് പോ അച്ഛാ. ചിക്കു അച്ഛനെ ഒന്നും ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. സ്കൂളിലും ചിക്കുവിന് ഇത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. ചിക്കു അവരെല്ലാം യൂസ് ചെയ്യില്ല. ആണോ? ഞാൻ ദിവസം കാണുന്നതല്ല, എനിക്കറിയില്ലേ. ശരി, എന്നാ വിട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നീ കഴിച്ചു. ഞങ്ങളുടെ മേഘമോക്കും ഇതേ സ്വഭാവമൊക്കെ തന്നെയാ. ഞങ്ങളുടെ മേഘമോളും ശബ്ദം ഉയർത്തി ആരോടും ഒന്നും പറയില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മേഘന ഞങ്ങളുടെ വീട്ടിൽ മേഘയായിട്ട് വന്നതാണോ? മിഥുൻ കഴിക്കുന്ന പോലെ തന്നെ ഈ ചെറുക്കനും കഴിക്കുന്ന. ചിക്കു, നിന്റെ വീട്ടിലെ ആൾക്കാരെയൊക്കെ ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തി ഓ, തരും. അതിനെന്താ ഗ്രാനി, ഒരു ദിവസം നിങ്ങളെ എല്ലാവരും ഞാൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അവരുടെ വീട്ടുകാരെ മോം എന്തിനാ പരിചയപ്പെടുന്നേ? എന്ന് ചോദിച്ചാ എനിക്കൊന്ന് പരിചയപ്പെടണം. കഷ്ടമുണ്ട് മഞ്ജരിയുടെ കാര്യം. മെഹന്തിയുടെ ഡിസൈന് വാങ്ങിച്ചു വെച്ച് എത്ര ദിവസമായിട്ട് അവള് കാത്തിരിക്കുന്നതാ. മെഹന്തി ഇടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതങ്ങ് ഇട്ടാ പോരെ. കാലത്ത് അതിനല്ല പെണ്ണിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മെഹന്തിയൊക്കെ കയ്യിലിടണമെങ്കിൽ അതിന് പറ്റിയ സന്ദർഭവും വിശേഷവും കല്യാണവും ഒക്കെ ഉണ്ടാവണ്ടേ. ഇനി അങ്ങോട്ട് കുറച്ചു നാളത്തേക്ക് വലിയ ഫെസ്റ്റിവൽ ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിലും മഞ്ജരിയുടെയും മിഥുന്റെയും കല്യാണെങ്കിലും നടന്നിരുന്നെങ്കിൽ ആ കല്യാണത്തിന്റെ അന്നെങ്കിലും മഞ്ജരിക്ക് മെഹന്തി ഇടാൻ അവസരം കിട്ടുമായിരുന്നു. പ്രിയമതേ, പുര കത്തുമ്പോ കഴുക്കോലൂരുന്ന പോലെ ആസ്ഥാനത്ത് വേണ്ടാത്ത കാര്യം പറഞ്ഞുകൊണ്ട് വരരുത്. ഇപ്പൊ ഇതല്ലേ നന്നായേ. മഞ്ജരി മിഥുനു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? ഇവളുടെ പ്രായത്തിലുള്ള പെമ്പിളേർക്ക് കുട്ടികൾ വരെ ആയി. പക്ഷെ ഇതുവരെ ഇവക്ക് മിഥുന്റെ ഭാര്യയായിട്ട് ഒരു ദിവസം ജീവിക്കാനായോ? സത്യത്തിൽ ഇവളുടെ അമ്മ ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എന്നേ നടത്തിയേനെ. അവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇതൊക്കെ ആലോചിക്കാൻ ഇനി നമ്മളല്ലേ ഉള്ളൂ. ആതിരയുടെ ആത്മാവ് ഇതൊക്കെ കണ്ട് എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും. മഞ്ജരിക്ക് ഒരു ജീവിതമൊക്കെ വേണ്ടേ? ഇഷ്ടത്തെയും പ്രണയത്തെയൊക്കെ ബഹുമാനിക്കുന്നവളും അതിനെ ആദരിക്കാനും മാത്രം വിശാല മനസ്കത നിനക്കുണ്ടെന്നുവാണെങ്കിൽ ആദ്യ നീയത് നിന്റെ മകന്റെ കാര്യത്തിൽ കാണിക്കേ. നിന്റെ മോൻ ആരെ സ്നേഹിക്കുന്നെന്ന് അറിയാലോ. ആദ്യ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ നോക്ക്. മറ്റുള്ളവർ ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പാ. പക്ഷെ അതിനു മുമ്പ് സ്വന്തം പ്രവൃത്തിയിൽ അത് തെളിയിച്ചു കാണിക്കണം. സ്വന്തം മോന്റെ വിഷമം മനസ്സിലാക്കാൻ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ എന്ത് പറഞ്ഞാലും ഉടനെ എന്റെ നേരെ കൊടി പിടിച്ചോളുമല്ലോ. അല്ലെങ്കിൽ തന്നെ എന്റെ വാക്കിന് ഇവിടെ എന്നാ വില വെച്ചിട്ടുള്ളേ? എന്തുകൊണ്ട് ഞാനിപ്പോ ഇത് പറഞ്ഞെന്നുള്ളത് പയ്യെ മനസ്സിലായിക്കോളൂ. എന്റെ മോന്റെ കല്യാണം എന്റെ ഇഷ്ടത്തിന് നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാന്ന് വെച്ചാ ശ്രീമതേ, നിങ്ങളെല്ലാവരും കഴിക്കേ. ചിക്കു, പരിപ്പിഷ്ടാന്നല്ലേ പറഞ്ഞേ, കുറച്ചുകൂടെ കഴിക്കേ. ഇതെന്താ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ആണല്ലോ. ഇതാണ് പാലക് പാസ്ത. സാധാരണ റെസ്റ്റോറന്റിൽ കിട്ടുന്ന ഈ ഡിഷില് പാസ്ത അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ ഞാനിവിടെ പാലക്കിനൊപ്പം പാസ്തയും ചേർത്തതാ. ഞാൻ ഇന്നുവരേക്കും എന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ല. പാലക്കും പാസ്തയും. അതെ, ആദ്യം എങ്ങനെയുണ്ടെന്ന് രുചി നോക്കി ഒന്ന് പറഞ്ഞാ എനിക്ക് ഒരുപാട് സന്തോഷമായേനെ. അടിപൊളിയായിട്ടുണ്ട്. ഇത്രയ്ക്ക് നല്ലതായിരിക്കും ഞാൻ വിചാരിച്ചില്ല.
അർജുന്റെ ഉള്ളിൽ ഇത്രയും മിടുക്കനായ ഒരു കുക്ക് ഉണ്ടായിരുന്നല്ലേ? താങ്ക് യു സോ മച്ച്. ഇവരുടെ കല്യാണത്തിന്റെ ടോപ്പിക് എങ്ങനെയൊന്ന് വലിച്ചിടുക. ഇതെന്താ? വെള്ളരിക്ക ചേർത്ത തേങ്ങാ ചമ്മന്തി. എന്ത്? തേങ്ങയില് വെള്ളരിക്ക് ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കുന്നോ? ഇത് വല്ലാത്തൊരു വെറൈറ്റി ആയിപ്പോയല്ലോ. ഇങ്ങനൊരു കോമ്പിനേഷൻ ഞാൻ ഇതുവരേക്കും കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഈ കുക്കിംഗ് ഒക്കെ എവിടുന്ന അർജുൻ പഠിച്ചേ? എനിക്കെപ്പോഴും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെ ട്രൈ ചെയ്തപ്പോ ഒത്തു വന്നതാ. എന്താ പറയാ, ഉണ്ടാക്കുമ്പോ ചെറിയൊരു പേടി ഉണ്ടായിരുന്നേ, മേഘയ്ക്ക് ഇഷ്ടപ്പെടുവോന്ന്. സൂപ്പർ ആയിട്ടുണ്ട് അർജുൻ. നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്താ ഉറപ്പായിട്ടും അതിന്റെ ബലം 100% ഉണ്ടാവും. ഇതിൽ അർജുന്റെ കഷ്ടപ്പാട് മാത്രമല്ല, ഒത്തിരിയേറെ സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാ ഇത്രയും അടിപൊളി ടേസ്റ്റ്. താങ്ക്സ് എ ലോട്ട്. ഇനി നമ്മുടെ കമ്പനി എങ്ങനെ ലോസ് ആയ അർജുനെ ഷെഫ് ആക്കിക്കൊണ്ട് നമുക്കൊരു ഹോട്ടൽ ബിസിനസ് തുടങ്ങാം. അർജുന്റെ കൈപുണ്യത്തില് ഹോട്ടൽ ബിസിനസ് പാറ പറക്കും. ഇങ്ങനെയൊരു സന്തോഷകരമായ സമയത്ത് എന്റെ മരുമോളും കൂടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങനൊരു ടോപ്പിക് എടുത്തിട്ടത്? ഒരു വീട് സമ്പൂർണമാകുന്നത് ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയും കൂടി വരുമ്പോഴല്ലേ. മോനെ പൊന്നുപോലെ സ്നേഹിക്കാനും അമ്മായിയമ്മയെ പരിചരിക്കാനും കുട്ടികളെ പ്രസവിച്ച് വളർത്താനും ഒക്കെ ഈ വീട്ടിലെ മരുമോളുടെ സ്ഥാനത്തൊരാൾ വന്നല്ലേ പറ്റൂ. നിനക്ക് എന്ത് തോന്നുന്നു മോളെ? അമ്മേ, ഇതൊക്കെ സംസാരിക്കാൻ നമുക്ക് വേറെ സമയവും സന്ദർഭമൊന്നുമില്ലേ? ഇങ്ങനെയുള്ള ശുഭകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇതിനേക്കാളും നല്ലൊരവസരം ഇനി എപ്പോ ഉണ്ടാവാനാ? ഒരു കല്യാണം കഴിക്കണമെന്നും ഈ വീട്ടിലെ വിളക്കായിട്ടൊരു പെൺകുട്ടി കയറി വരണമെന്നും ഒന്നും നിനക്ക് ആഗ്രഹമില്ലടാ. അമ്മേ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. മേഘ സമാധാനമായിട്ടൊന്ന് കഴിച്ചോട്ടെ. ഇനി അമ്മ എന്തെങ്കിലും മിണ്ടിയ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്തത് മേഘ കൈപ്പോടെ കഴിച്ചു തീർക്കേണ്ടി വരും. പ്ലീസ്, ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതെന്താ അർജുൻ അങ്ങനെ? ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്താൻ ഗൗരിയമ്മയും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? കാര്യം എന്താന്ന് വെച്ചാൽ ഗൗരിയമ്മ പറഞ്ഞോളൂ. എന്റെ അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മേഘയ്ക്ക് അറിയാത്തോണ്ടാ. അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും സംസാരിക്കാനുള്ള സമയമല്ല ഇത്. അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ല അർജുനെ, എനിക്കൊരു പെൺകുട്ടി ഒത്തിരി ഇഷ്ടായി മേഘ. അവളുടെ പേര് എന്തു പറ്റി അർജുൻ? എന്തിനെങ്ങനെ ബഹളം വെക്കുന്നേ? അമ്മയുടെ പ്ലേറ്റിന്റെ പക്കത്ത് ഒരു ഈച്ച ഇരിക്കുന്ന പോലെ തോന്നി. ശരിക്കും അത് ഈച്ചയായിരുന്നില്ല, അതൊരു കറിവേപ്പിലായിരുന്നു. അതിനാരെങ്കിലും ഇങ്ങനെ നിലവിളിക്കോ? അമ്മ അതെടുത്തെങ്ങാനും കഴിച്ചാലോന്ന് തോന്നിപ്പോയി. അതാ ഞാൻ പോലും അറിയാതെ ശബ്ദം കൂടിപ്പോയെ. മേഘ കഴിക്ക്. അമ്മേ, തൽക്കാലം അമ്മ ഇക്കാര്യത്തെ കുറിച്ച് വാ തുറക്കരുത്. പറയുന്നതനുസരിക്ക്. ചെറിയച്ഛ, ചിക്കുവിനെ കൊണ്ടുവിടുമ്പോ അവരുടെ വീട്ടിലൊന്ന് പറഞ്ഞിട്ട് വരണേ കേട്ടോ. അമ്പോ, ചിക്കുവിന്റെ കാര്യത്തില് എന്തൊരു ഉത്തരവാദിത്ത. ഇത് നീ തന്നെ എന്നോട് പറയണം. ശരി എന്നാ ചക്കി, ഞാൻ പറഞ്ഞിട്ടേ വരുന്നുള്ളൂ.
ബൈ ചിക്കു, സൂക്ഷിച്ചു പോണോട്ടോ. ശരി ഗ്രാനി. ഗോഡ് ബ്ലസ് യു. അവന്റെ ഒടുക്കത്തിൽ ഓവർ ആക്ഷൻ. അച്ഛനെന്താ ചിക്കുന് ബായ് പറയാതെ? ബൈ, ഗുഡ് ബൈ. അങ്ങ് ഇവിടേക്ക് വന്നതിൽ അത്യധികം സന്തോഷം. ഇനി ഒരിക്കലും വന്നില്ലെങ്കിലും ഒത്തിരി ഒത്തിരി സന്തോഷം. മിഥുൻ, അങ്കിളിനെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കുവാണല്ലേ? ഇതിന് ഞാനൊരു പണി തരുന്നുണ്ട്, നോക്കിക്കോ അങ്കിളെ. ചിക്കു, എന്നാ പോയാലോ? ഒരു മിനിറ്റ് അങ്കിൾ. ചക്കി, ഹാഫ് ഡേ ഞാൻ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ലേ? ബാക്കിയുള്ള ഹാഫ് ഡേ ചക്കി എന്റെ വീട്ടിലോട്ട് വരണം. നിന്റെ വീട്ടിലേക്കോ? അതെന്താ നീ വരുന്നില്ലേ? ഹാപ്പി സൺഡേ ഹാഫ് ഇവിടെയും ഹാഫ് അവിടെയും, അതല്ലേ നല്ലത്? വാ നമുക്ക് പോവാം. ചക്കി അങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് ബാലൻസ് ആവുമല്ലോ. ഈ ഐഡിയ കൊള്ളാലോ ചിക്കു. അതത്ര നല്ലതൊന്നുമല്ല. ഈ ഐഡിയ എനിക്കൊട്ടും ഇഷ്ടമായില്ല. ഇതിൽ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്തിരിക്കുന്നു? ഇന്ന് ഹാപ്പി സൺഡേ സെലിബ്രേഷൻ അല്ലേ? ചക്കി ഇവിടെ തനിച്ചിരുന്ന് ആകെ ബോറടിച്ച് നാശഘോഷാവും. പ്ലീസ് അങ്കിൾ, ചക്കിയെ അയക്കി. ഒന്നും വേണ്ട, ഞാനും ചക്കയും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോകാനിരിക്കുക. ആണോ അച്ഛാ? സത്യമായിട്ട് ഷോപ്പിങ്ങിന് പോകുന്നുണ്ടോ? എന്നിട്ട് എന്താ എന്നോട് പറയാത്തെ? ഇപ്പഴാ ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ബ്രോ, ഷോപ്പിങ്ങിന് എപ്പോഴാണെങ്കിലും പോവാലോ. ഹാപ്പി സൺഡേ എപ്പോഴും വരില്ലല്ലോ, ആഴ്ചയിൽ ഒരിക്കലും മാത്രല്ലേ വരൂ. അതും ഇങ്ങനെ 6 ദിവസം വെയിറ്റ് ചെയ്താലേ വരൂ. അതിനി എത്ര ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും? നമ്മളൊക്കെ കൊച്ചു പിള്ളേരല്ലേ, നമുക്ക് ഷോപ്പിങ്ങിനെക്കാട്ടും കളിയും വീട്ടിൽ പോകുന്നതുമല്ലേ വലുത്. അത് ശരിയാ ബ്രോ, എനിക്ക് നിന്റെ കൂടെ വീട്ടിലേക്ക് വരണമെന്നുണ്ട്. ഈ സൺഡേ നമുക്ക് ഫുള്ള് സെലിബ്രേഷൻ ആക്കണം കേട്ടോ. എന്നാ ചക്കി അത് നിന്റെ അച്ഛനടുത്ത് പറഞ്ഞു കൊടുക്ക്. ശരിയാ അച്ഛാ, എനിക്കിപ്പോ ഷോപ്പിങ്ങിനൊന്നും വരണ്ട. ചിക്കുന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോയാൽ മതി. കാലത്തോട്ട് ഇത്രയും നേരം ചിക്കുവിന്റെ കൂടെ തന്നെ ആയിരുന്നില്ലേ നീ? പിന്നെ ഇപ്പൊ അവിടേക്ക് പോയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ ചക്കി? അച്ഛമ്മേ, അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചതാ. മിഥുൻ, കൊച്ചുകുട്ടികളുടെ ആഗ്രഹം അതാണെങ്കിൽ നിനക്കങ്ങ് സമ്മതിച്ചു കൊടുത്തൂടെ? എന്തിനു വെറുതെ ചക്കിയെ വിഷമിപ്പിക്കുന്നേ? അവള് പോയിട്ട് വരട്ടെ മോനെ. അച്ഛാ, അച്ഛമ്മയുടെ പെർമിഷൻ കിട്ടി. ഇനി അച്ഛൻ തന്നില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചിക്കുന്റെ വീട്ടിലേക്ക് പോവാണേ. ഒരു മിനിറ്റ് ചിക്കു. ഒരിക്കലും വരണ്ടെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടാ ഞാൻ അങ്ങളുടെ മോളെയും കൊണ്ട് പോണേ. നീ പോടേക്ക, ഇതൊക്കെ നിന്റെ കുരുട്ടുബുദ്ധിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ അങ്കിളെ, പിന്നല്ലാണ്ട്. എന്നോട് ഇനി വരണ്ടെന്ന് പറയോ? ഇനിയിപ്പൊ അങ്കിൾ അങ്ങോട്ട് വരേണ്ടി വരും. അങ്കിളുടെ മോളെ വിളിച്ചോണ്ട് പോവാൻ. ചിക്കുവിന്റെ അടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ മനസ്സിലായടാ. പക്ഷെ വിടില്ല ഞാൻ. എനിക്കൊരു സമയം വരും, അന്ന് നിന്നെ ഞാൻ നക്ഷത്രം എണിക്കും. കാത്തിരുന്നോ നീ? അതും കാണാം, ഞാൻ കാത്തിരുന്നോളാം. ബായ് അച്ഛമ്മേ. ബായ് അച്ഛാ. ഇതൊക്കെ എന്തിനാടി? അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ അച്ഛമ്മേ. നീ വാട ചിക്കു. ഗൗരിയമ്മേ, എന്താ വെള്ളം കുടിക്കുക? എനിക്കൊന്നും മനസ്സിലാവണില്ല. അർജുൻ കുഞ്ഞിന്റെയും മേഘക്കുഞ്ഞിന്റെയും കല്യാണം നടന്നു കാണണമെന്ന് നമ്മൾ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ആ ദൈവത്തിന് അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ലല്ലോ. ചെല്ലപ്പാ, നീ അങ്ങനൊന്നും പറയാതിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അർജുന്റെയും മേഘയുടെയും കല്യാണം നടക്കാനുള്ളതാ. അവര് രണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ ഞാനും കൊതിക്കുന്നു. ഇങ്ങനെ പോയാൽ കാണാൻ പറ്റും. അവര് തമ്മിൽ അമ്പിനും മില്ലിനും എടുക്കാത്ത അവസ്ഥയാ. ഗൗരിയമ്മയാണെങ്കിൽ റിസ്ക് എടുത്ത് ഒരു കാര്യം ചോദിക്കുകയില്ല. ഇങ്ങനെ പോയാലേ അവര് തമ്മിൽ ജീവിതകാലം ഒന്നും അടുക്കാനും പോകുന്നില്ല,
ഗൗരിയമ്മയുടെ ആഗ്രഹം ഒട്ട് നടക്കാനും പോകുന്നില്ല. കല്യാണ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അർജുൻ കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാലെ വീട്ടിൽ ഓടി നടക്കുകയില്ല. എനിക്കെല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നുണ്ട്. അർജുൻ അതിന് സമ്മതിക്കണ്ടേ? അർജുൻ സമ്മതിച്ചില്ലെങ്കിൽ ഗൗരിയമ്മയ്ക്ക് അങ്ങ് തുറന്നു പറഞ്ഞുകൂടെ? കുട്ടികളൊക്കെ അങ്ങനെ ഓരോന്ന് പറയും. നമ്മൾ വേണം സമയവും കാലവും ഒക്കെ നോക്കി ഓരോന്ന് ചെയ്യാൻ. ചെറിയൊരു ക്ലൂ എങ്കിലും കൊടുക്കായിരുന്നു. അത് പറ്റില്ല ചെല്ലപ്പ. അവൻ എന്റെ നേരെ ഒച്ച വെച്ചത് കേട്ടില്ലായിരുന്നു. ഞാനങ്ങ് പേടിച്ചു. അവനെ കടന്ന് എന്താ ഞാൻ ചെയ്യാ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ ഇരിക്കാനേ പറ്റൂ. ചെല്ലപ്പ, ഇതൊക്കെ ഒരു ഞാണിന്മേൽ കളി പോലെയല്ലേ? ഓരോ വാക്കും സൂക്ഷിച്ചു വേണം പറയാനായിട്ട്. വാ വിട്ടൊരു വാക്ക് പറഞ്ഞ പിന്നൊന്നും നേരെയാക്കാനാവില്ല. ഞാൻ വേണ്ടാത്തത് വല്ലതും പറഞ്ഞിട്ട് മേഘ അവനെ ഉപേക്ഷിച്ചങ്ങ് പോയാ എന്ത് ചെയ്യും? എന്റെ മോൻ ഇനിയൊരു ദുഃഖം ഉണ്ടാവാൻ ഞാനായിട്ടൊരു വഴി ഒരുക്കരുത്. ഇനി മേഘ എങ്ങാനും അവന് നഷ്ടപ്പെട്ട അവൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. എന്റെ വലിയ പേടിയത്. മേഘയ്ക്ക് മാത്രമേ എന്റെ മരുമോളാവാനാവൂ. അവൾക്ക് മാത്രമേ അർജുനെ നോക്കാൻ സാധിക്കൂ. പറ്റിയൊരു സന്ദർഭത്തിനായി ഞാൻ കാത്തിരിക്കും ചെല്ലപ്പ. അതാണ് ശരിയും. അസ്ഥാനത്ത് കയറി ഞാൻ വല്ലതും പറഞ്ഞിട്ട് പിന്നെ എന്റെ മോൻ വേദനിക്കുന്നത് കാണാൻ ഇനി ഈ അമ്മയ്ക്ക് ശക്തിയില്ലാത്തോണ്ട്. അവള് വളരെ നല്ല കുട്ടിയാ. അർജുൻ അവളെ നഷ്ടപ്പെടാൻ പാടില്ല. മുൻപൊരിക്കല് നല്ലൊരു കുടുംബജീവിതം എന്റെ മോന് കൈവിട്ടു പോയതല്ലേ. ഞാൻ കാത്തിരിക്കും സന്ദർഭം ഒത്തുവരുന്നത് വരെ. ഭഗവാൻ എന്തായാലും എന്റെ കുഞ്ഞിനെ ഇനിയും പരീക്ഷിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ചിക്കു, മോൻ എത്തിയോ? എന്താ ഇത്ര ലേറ്റ് ആയത്? ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിച്ചോണ്ട് വരാനാ ഇത്രയും നേരെടുത്തത് അമ്മ. സ്പെഷ്യൽ ഗസ്റ്റോ? ആരാ അത്? ദേ വരുന്നു. ചക്കി, നീയും കൂടി ഉണ്ടായിരുന്നോ? എന്തായാലും അത് നന്നായി. സൺഡേ മൊത്തം നമുക്ക് 3 പേർക്കൂടെ അടിച്ചു പൊളിക്കാട്ടോ. എത്ര കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടാന്നറിയോ ചക്കിയെ ഞാൻ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നേ. പ്ലാനോ? അതെന്ത് പ്ലാനാ ചിക്കു? അതൊക്കെ വലിയ കഥയാ അമ്മേ. സമയം കിട്ടുമ്പോ പറയാട്ടോ. സോറി ബ്രോ വിളിച്ചോണ്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. എനിക്ക് അമ്മയെ കാണാൻ കൊതിയായിട്ടാ വന്നേ. എന്നെ കാണാനോ? അതെ അമ്മേ, ഇന്ന് സൺഡേ അല്ലേ. കുറച്ചു നേരം എന്റെ അമ്മയുടെ കൂടെ ഇരിക്കണോന്ന് തോന്നി. ആണോ? അതെന്താ എന്ന് ചോദിച്ചാ യു ആർ വെരി സ്പെഷ്യൽ ടു മീ. എന്നെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടാണോ? അതെ അമ്മേ, എത്രത്തോളം ഇഷ്ടാണെന്ന് ചോദിച്ചാ ഇന്ന് അച്ഛൻ എന്റെ ഷോപ്പിങ്ങിന് പോകാൻ വിളിച്ചതായിരുന്നു. അതുപോലും വേണ്ടെന്ന് വെച്ചാ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഫസ്റ്റ് ടൈമാ അച്ഛനോട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് പോന്നെ. മോളിന്ന് അച്ഛന്റെ കൂടെ പോവാതിരുന്നത് കൊണ്ട് അച്ഛന് വിഷമായി കാണില്ലേ? അതൊന്നും ഇല്ല അമ്മേ. എന്റെ അച്ഛനെ എപ്പോഴും ഞാൻ സന്തോഷിക്കുന്ന കാണാനാ ഒത്തിരി ഇഷ്ടം. ഞാൻ എന്ത് ചോദിച്ചാലും എന്റെ അച്ഛൻ ഒരിക്കലും ഇല്ലാന്ന് പറയില്ല. ഓ, ആണോ മോളെ? അപ്പൊ നിന്റെ അച്ഛൻ വളരെ നല്ലയാളാണല്ലേ? പിന്നല്ലാണ്ട് ഒത്തിരി 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 നല്ല അച്ഛനാ.
പിന്നെ എല്ലാ മക്കളും ഇതുപോലെ തന്നെയൊക്കെയല്ലേ. സ്വന്തം അച്ഛന് ആരാ നല്ലതല്ലെന്ന് പറയാ?